ടി ബി മിനി അഭിഭാഷക നമുക്കൊപ്പമുണ്ട്. ടി ബി മിനി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ടി ബി മിനി, ഞങ്ങൾ പൾസർ സുനിയുമായി ഒരു ഒളിക്യാമറയുടെ സ്റ്റിംഗ് ഓപ്പറേഷന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി കാര്യങ്ങൾ അറിയാതെ തുറന്നു പറഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് ഇത് നടന്നത്? 1.5 കോടി രൂപ തനിക്ക് കിട്ടിയത്, അതിൽ 1.5 കോടി രൂപയുടെ വാഗ്ദാനം, 70 ലക്ഷം രൂപ താൻ വാങ്ങിയത്, ഇനി 80 ലക്ഷം രൂപ കിട്ടാനുള്ളത്. എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന വിവരങ്ങൾ തുറന്നു പറയുകയാണ്. ഇത് ഈ കേസിനെ എങ്ങനെയാണ് ഇനി നിർണ്ണയിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് ടി ബി മിനി? അല്ല, ഇക്കാര്യം പ്രോസിക്യൂഷന്റെ കേസാണ്. ഇതില് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ബോധ്യം. പിന്നെ പൾസർ സുനി ആണെങ്കിലും A1 എന്ന് പറയുന്ന പൾസർ സുനി ഈ കേസിൽ 313 പ്രോസിക്യൂഷന്റെ കേസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം 313 പറഞ്ഞിരിക്കുന്നത്. ഈ എക്സിക്യൂഷൻ സ്റ്റേജ് ഒഴിച്ച് ബാക്കി മുഴുവൻ കാര്യങ്ങളിലും A8 ഒരു തരത്തിലും പ്രൊട്ടക്ട് ചെയ്യാത്ത, അതേസമയം പ്രോസിക്യൂഷന്റെ കേസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് 313 അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നല്ല അയാളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അയാളോട് അങ്ങനെ യാതൊരു തരത്തിലുള്ള സോഫ്റ്റ് കോർണർ അയാളോടില്ല. ഏത് കൊട്ടേഷന്റെ പേരിലാണെങ്കിലും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ അയാളും തന്നെ പിടിക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി വ്യക്തിപരമായി ഞാനും ഒരു ക്യാപ്റ്റിവിറ്റിയിലാണ്. പൂർണ്ണമായും ഞാൻ ഇത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇത്രയും സമൂഹത്തിൽ എത്രയും ഇണങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പൂർണ്ണമായും ഞാൻ ഈ കേസിൽ ഇൻവോൾവ് ആണ്. എന്റെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ പോലും ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വരാൻ പറ്റാത്ത നിലയിലേക്ക് ഞാൻ ഹെൽഡപ്പ് ആയിരുന്നു. ഇനിയിപ്പോ എന്റെ മരണം വരെ ഇത് കൊണ്ടുപോകപ്പെടുന്നതാണ് എനിക്ക് അതെ, അതെ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതാദ്യമായിട്ടാണ് ഈ ഒന്നാമത്തെ പ്രതി ഏതെങ്കിലും ഒരു ഒളിക്യാമറയിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത്, അതിന് വരുന്ന ഭാഗത്താണ്, ദിലീപുമായി ചേർന്നൊരു സിനിമ ചെയ്യാനാണ് തൻ്റെ ആഗ്രഹം എന്നിപ്പോഴും ഈ പ്രതി വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇനി ഈ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നാലും താൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഈ പൾസർ സുനിക്ക് അറിയാം. എന്നാൽ ദിലീപിനെ ഈ ശിക്ഷയിലേക്ക് കൊണ്ടുപോകാത്ത വിധത്തിൽ താൻ അത് സംരക്ഷിക്കുകയാണെങ്കിൽ ദിലീപ് തനിക്ക് തന്നിരിക്കുന്ന ഒരു ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മൊബൈൽ ഫോണും മെമ്മറി കാർഡും എവിടെ എന്ന വളരെ പ്രസക്തമായ ചോദ്യത്തിന് ഇയാൾ പറയുന്ന മറുപടി അത് രഹസ്യമായി താൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. അത് തന്നെയാണ് ദിലീപിനെ കൃത്യമായും ഈ ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതായത് പോലീസ് മൊഴികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാധ്യമത്തിലൂടെ ഒരു സമ്മർദ്ദവും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ നടത്തിയ ഈ മൊഴികൾ പ്രോസിക്യൂഷനെ ആ അർത്ഥത്തിൽ സഹായിക്കുകയല്ലേ ചെയ്യുക ബിനി? ഇതിലെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഓൾറെഡി ട്രയൽ കഴിഞ്ഞു, എല്ലാ രേഖകളും നമ്മൾ ഹാജരാക്കിയിരിക്കുന്നു. ദിലീപ് എന്ന് പറയുന്ന ആൾക്കെതിരെ അയാൾ പറഞ്ഞത് ഇയാളുമായി, ഈ പൾസർ എന്ന ഒരാളുമായി ദിലീപിന് യാതൊരു ബന്ധമില്ല, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നാണ് ദിലീപിന്റെ ആർഗ്യുമെന്റ്. അതിന് റിബട്ട് ചെയ്യുന്ന ഒരുപാട് തെളിവുകൾ ശൂന്യമായിട്ട് തന്നെ 313 പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ബോധ്യം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പ്രത്യേകമായി ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള, ഇന്നിപ്പോ ദിലീപ് തന്നെ കൊടുത്ത ഒരു CBI ഇൻവെസ്റ്റിഗേഷന്റെ കേസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ഓൾറെഡി കേസ് എല്ലാം കഴിഞ്ഞു, ഹിയറിംഗും കഴിഞ്ഞു. എന്തായാലും അരുൺ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, ബിക്കോസ് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് പുറത്തു വരട്ടെ, അത് വിധി വരുന്ന സമയത്താണ് വരേണ്ടത്. പക്ഷേ ഈ പറയുന്ന അതേ കാര്യങ്ങൾ പ്രോസിക്യൂഷന്റെ മൊഴികൾക്ക് ശക്തി പകരുന്നതാണ്. അതെ, ഓക്കെ. താങ്ക് യു ടി ബി മിനി, അഭിഭാഷകയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾക്ക് ശക്തി പകരുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇതാദ്യമായിട്ടാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാമത്തെ പ്രതി ഒരു മാധ്യമത്തിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങുന്നത്.